രാജ്യത്ത് ഇന്ധനവില കൂട്ടിയിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും 3 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇരുട്ടടിയാവുന്ന തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധമടക്കം അതിന്റെ അടക്കം പ്രതിഫലനം ഉണ്ടായി എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഒരു പമ്പിൽ നിന്ന് നമുക്കിപ്പം ഗോപാൽ ശീലാസനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ഒറ്റയടിക്ക് 3 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. പെട്രോൾ അടിക്കാനെത്തിയവർ, ഡീസൽ അടിക്കാനെത്തിയവരൊക്കെ എന്താണ് പറയുന്നത്? ഗോപാൽ ശീലാസനൽ. തീർച്ചയായിട്ടും റീജിത്ത്, ഒറ്റയടിക്ക് ഒരു വലിയ വർധന ഉണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ധനവിലയുടെ സൂചനയൊക്കെ തന്നതാണ്. വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, വലിയ ബുദ്ധിമുട്ടിലാണ് പോകുന്നതെന്ന്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ 3 രൂപ വീതം ഡീസലിനും പെട്രോളിനും വർദ്ധിച്ചിരിക്കുന്നു. പലരും രാവിലെ പമ്പിലേക്ക് എത്തുമ്പോഴാണ് ഈ വർധനവിൻ്റെ കാര്യമൊക്കെ അറിയുന്നത്. ചേട്ടാ, വില കൂടിയത് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിട്ടാണോ വന്നത്? അറിഞ്ഞില്ല. 3 രൂപ കൂടിയിട്ടുണ്ട് രാവിലെ. ബുദ്ധിമുട്ടാവും അല്ലേ? എല്ലാവർക്കും. നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് വിലവർദ്ധനവിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്ഷാമത്തിന് ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെയാണ്. ന്യൂസ് കേട്ടായിരുന്നു. നമ്മുടെ ഈ ഡെയിലി ഇങ്ങനെ വിലവർദ്ധനവിന് സാധ്യത ഒക്കെ പ്രവചിക്കുന്നുണ്ടില്ലേ? വേറെ വഴിയില്ലല്ലോ അല്ലേ? പെട്രോൾ അടിച്ചല്ലേ പറ്റൂ. അത്തരത്തിൽ പൊതുജനങ്ങളുടെ ഒരു വികാരം അങ്ങനെയാണ്. അതായത് നിസ്സഹായതയാണ്. വില കൂടിയാലും പെട്രോൾ അടിക്കാതെ മറ്റ് വഴികളില്ലല്ലോ എന്നതാണ് ഇവിടെ ഇവർ പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വില നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്രോളിന് 107 ആയിരുന്നത് 110.76 വർദ്ധിച്ചിട്ടുണ്ട്. ഡീസലിന് 96 എന്നുള്ള തുക 99.64 കൂടിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ചേട്ടൻ കൂടി പെട്രോൾ അടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ, വില കൂടിയത് അറിഞ്ഞായിരുന്നോ രാവിലെ? ഇല്ല. ഇന്നൊരു 3 രൂപ കൂടിയിട്ടുണ്ട്. അറിഞ്ഞിട്ടില്ല. അറിയാതെയാണ് വന്നത്. ഇനി 200 രൂപയിലും അടിച്ചല്ലേ പറ്റൂ, 200 രൂപയിലും അടിച്ചല്ലേ പറ്റൂ. 107 ആയിരുന്നു 110. അല്ല, ഇനി 200 രൂപയിലും ഞാൻ പെട്രോൾ അടിക്കും. വേറെ വഴിയില്ല. വേറെ വഴിയില്ലെന്നല്ല, അടിച്ചു പോയി. എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ പറ്റൂല, അവർക്ക് കത്തി. അതുകൊണ്ട് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കില്ല. ടെൻഷനിലാണല്ലേ? ഒരു പശ്ചിമേഷ്യ യുദ്ധമൊക്കെയാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. അതൊന്നും അറിഞ്ഞൂടാ, അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ ചേട്ടാ. അപ്പോൾ അത്തരത്തിൽ ഈ സാധാരണക്കാരായ ജനങ്ങളൊക്കെ പറയുന്നത് 200 രൂപയായാലും അത് അടിക്കാതെ വേറെ നിർവാഹമില്ല. കാരണം ഓരോരുത്തരും ഓരോ തരത്തിൽ ഈ വാഹനങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ്. യാത്ര ചെയ്യാനാണെങ്കിലും ജോലിക്ക് പോകാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലേക്കൊക്കെ ആണെങ്കിലും. ഇപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ കത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് പോകാനുള്ളൊരു ഭയമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഈ ചേട്ടൻ ഏകദേശം 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ ആകെ കിട്ടുന്നത് 1.81 ലിറ്ററാണ്. 200 രൂപയ്ക്ക് അടിച്ചാൽ 2 ലിറ്ററിന് അടുത്ത് പോലും കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. ഓരോ ദിവസവും വില വർധനവ് ഒരു സൂചനയൊക്കെ ഈ ഘട്ടത്തിലൊക്കെ വരുന്നുണ്ട്. ചേട്ടാ, ഓർക്കാപ്പുറത്തുള്ളൊരു വർധനമായിരുന്നു അതോ നേരത്തെ അറിയിപ്പ് എന്തെങ്കിലും കിട്ടിയിരുന്നു? നേരത്തെ ന്യൂസ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. അതായത് സാധ്യത, വില കൂടുന്ന സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്നാവുന്നു ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. 3 രൂപ കൂടുമെന്ന് വിചാരിച്ചോ? 3 രൂപ ഉറപ്പായിട്ട്. 5 രൂപ മുതൽ 7 വരെയാണ് പറഞ്ഞത്. പക്ഷെ 3-ൽ ഒതുങ്ങി. കൂടാനുള്ള സാധ്യത ഉണ്ടോ? ഇനി അതിനെപ്പറ്റി അറിയില്ല. കൂടുമോന്നും അറിയില്ല. ഇപ്പം കൂടിയത് വളരെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പോൾ ഒരു പമ്പിലുള്ള പൊതുജനങ്ങൾക്ക് അപ്പുറത്തേക്ക് പമ്പിലെ ജീവനക്കാരും പറയുന്നുണ്ട് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ചേട്ടാ, വില കൂടിയത് അറിഞ്ഞായിരുന്നോ? വില കൂടിയത് അറിഞ്ഞു. കൂടി രാവിലെ. എന്ത് ചെയ്യാൻ പറ്റും? ഇവർ പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാക്കുകയായിരുന്നു. ഒറ്റയടിക്ക് 3 രൂപയുടെ വർധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടടിയുള്ള തീരുമാനമാണ്. ഏറെ നാളായി ഈ എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. പശ്ചിമേഷ്യൻ സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ 3 രൂപയുടെ വർധനവാണ്. ഇനി അത് കൂടുമോ എന്നുള്ള കാര്യം അറിയില്ല. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയായി.